ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. തന്നെ ഇവർക്കിടയിൽ രക്ഷിച്ചതിന് വാക്കുകളില്ല കേട്ടോ. എന്താണ് താൻ പറയേണ്ടതെന്ന് അറിയാതെ ആകെ മിഴിച്ചു നിൽക്കണം കേട്ടോ. ഈ സമയം ഗിരി ഒരിക്കലും തൻ്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം മുകുന്ദൻ വന്നിരിക്കുകയാണ്. മുകുന്ദൻ വന്ന് നിനക്ക് ജാമ്യം കിട്ടില്ല, നിന്നെ നോക്കുന്ന ജഡ്ജ് അയാൾ ഒരു കർക്കട മുഷ്ടിക്കാരനായതുകൊണ്ട് തന്നെ ഇതിനൊന്നും ഒരുങ്ങിത്തരില്ല. അതുകൊണ്ട് നീ ഇവിടെ കിടന്നോ, വേണമെങ്കിൽ ഇപ്പോൾ മൊഴി മാറ്റി പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഗിരി പറയണേ, ഞാനിവിടെ പുല്ല് പോലെ പുഷ്പം പോലെ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടോ എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം എന്താണ് ഇവൻ പറയുന്നതിന് അർത്ഥം എന്നറിയാതെ എല്ലാവരും മിഴിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രാൻസിസ് പറയണേ, എടാ നീ എന്നേക്കുമായി ഇനി ജയിലിൽ തന്നെ, ഒരിക്കലും നിനക്ക് നടക്കാത്ത കാര്യമാണ്, ആ നടക്കാത്ത കാര്യം നീ ചെയ്യണ്ട എന്ന് പറയണ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ, എടോ നിങ്ങളൊരു പോലീസുകാരനാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നോ, കാരണം ഈ പറയുന്നത് പോലെ പോലീസ് യൂണിഫോമിനോട് ഞാൻ കൂറ് കാണിക്കണം, എൻ്റെ ഭാര്യ അതാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ആ ബഹുമാനത്തോടു കൂടി പറയാണ്, എടോപൊടോ എന്നുള്ള വിളി ഒഴിവാക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും ജാമ്യമില്ലാതെ പുഷ്പം പോലെ ഇറങ്ങിപ്പോകാനുള്ള ആ പണിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ ആ ആളുടെ കയറി വരവ്. ആരുമല്ല, ആ ഡ്രൈവർ ആയിരിക്കും. ആ ഡ്രൈവറോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നീട് ആ ഡ്രൈവർ കയറി വരികയാണ്. ഇതേ സമയം മഞ്ജു എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ മുകുന്ദനും മഞ്ജുനും മിഴിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ ഐയുടെ മുന്നിലോട്ട് ആ ഡ്രൈവർ പോവാണ്. അപ്പോൾ ഗിരി ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ്. ഇനി കണ്ടോ ഈ ഗിരി ആരാ മോനെ എന്ന് നിങ്ങളെല്ലാവരും കാണുന്ന എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ സ്നേഹം അത് വേറെയാണ് എന്ന് ഗിരി വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. അത് വെളിപ്പെടുത്തുന്ന സമയമാവണേ ഉള്ളൂ. എന്നാൽ ഈ സമയം ആ ഡ്രൈവർ വരുമ്പോൾ ഡ്രൈവർ ഇങ്ങനെ ഈ ഐയോട് വന്ന് സംസാരിക്കണേ, സാർ എന്നോട് ക്ഷമിക്കണം, ഞാനാണ് ശരിക്കും ആ മയക്ക് പൊടി വെച്ചത്, അല്ലാതെ ഗിരിയും സഞ്ജു ഒന്നുമല്ല. പക്ഷേ എന്നെ കിട്ടാത്തത് കൊണ്ടും സഞ്ജുവിനെ പിടിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഗിരി ഈ തെറ്റ് ഏറ്റു പറഞ്ഞത്, ഞാനത് ചെയ്തത്, അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം മഞ്ജു ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ഗിരി മുകുന്ദൻ്റെയും മഞ്ജുവിൻ്റെയും മുഖത്ത് നോക്കി എങ്ങനെയുണ്ട് എന്നാൽ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അയാളെ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഗിരി മാപ്പുസാക്ഷിയാവാണ്. ഗിരിയെ വെറുതെ വിടണം കേട്ടോ. അങ്ങനെ ഗിരി അവിടെ നിന്നും മുകുന്ദൻ്റെ കൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ മുകുന്ദൻ പറയണം, എടാ നീ എന്നാലും വല്ലാത്തൊരു കാട്ടിലാണല്ലോ നീ കാട്ടിയത്, എന്നാൽ അവനെ പിടിച്ചാൽ പോരെ, അതങ്ങ് പറഞ്ഞാൽ പോരെ, അപ്പോൾ പിന്നെ നീ എന്തിനാണ് നീ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആയത്, നീയാണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ നീ പറഞ്ഞത്. അപ്പോൾ ഇത് തന്നെയല്ലേ നിന്നോട് നേരത്തെ പറയാൻ. അപ്പോൾ എൻ്റെ ഇഷ്ടം അതാരുടെയും കാണിക്കാൻ പറ്റുമോ? എനിക്കെൻ്റെ മഞ്ജു ഇല്ലാതെ ആ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, മഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. എന്താടാ നീ പറഞ്ഞത്, നീ എന്തപ്പോൾ പറഞ്ഞത്, ഞാൻ കേട്ടില്ല. അത് തന്നെ എന്നും ഗിരി പറയണം കേട്ടോ. എന്ത് എന്ന് പറയുമ്പോൾ മഞ്ജുവിനെ കാണാൻ വേണ്ടി. മഞ്ജു ഉള്ളിടത്ത് അവിടെ കിടക്കുന്ന എനിക്കതിലൊരു സുഖമുണ്ട്, കാരണം മഞ്ജുവിനെ തേടി പിടിച്ച് ഓടണ്ടല്ലോ, വീട്ടിലോട്ട് അവൾ വരില്ല. അവൾ എൻ്റെ കയ്യിലെ മുറിവും മാറിയത് കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി കയറൽ തുടങ്ങി. അവളോട് ഞാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു. അതാടോ ഞാൻ ചെയ്തത്. അത് വരുന്നതിന് മുന്നേ തന്നെ എനിക്കറിയായിരുന്നു ഇന്ന് ഞായറാഴ്ചയാണ്, എനിക്ക് ജാമ്യം കിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ദിവസം അവളുടെ കൂടെ കിടക്കാൻ പറ്റിയില്ലേ, ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ, എടാ ഇതൊന്നും മഞ്ജു അറിയുന്നില്ലല്ലോ, നിൻ്റെ ഉള്ളിൽ മഞ്ജുവിനോട് അത്രമാത്രം സ്നേഹമുണ്ടെന്ന് മഞ്ജു അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗിരി ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി നിൽക്കണം കേട്ടോ. അങ്ങനെ മഞ്ജുവിനെ കാണാൻ വേണ്ടിയാണ് ഗിരി ഈ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം ഗിരി വീട്ടിലെത്തുകയാണ്. ഗിരി വീട്ടിലെത്തുമ്പോൾ ഭാനുമ്മ എൻ്റെ കുഞ്ഞ് എവിടെയാണ്, അവൻ്റെ കുഞ്ഞ് ഇന്ന് വരുമെന്ന് പറയുന്നു, എന്നാൽ കിട്ടില്ല എന്നൊക്കെ, അവന് ജാമ്യം കിട്ടില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഞാൻ എന്തായാലും ഗൗരിയമ്മക്ക് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗൗരിയമ്മക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുകുന്ദൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, പക്ഷേ ജാമ്യം കിട്ടുമോ എന്നൊന്നും അറിയില്ല. കാരണം ഇപ്പോൾ അവൻ്റെ ജഡ്ജ് എന്ന് പറയുന്നത് അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലഹരി മരുന്നിനൊന്നും അയാൾ ഒരിക്കലും ജാമ്യം കൊടുക്കില്ല എന്നുള്ള വാക്കുകളൊക്കെ ആയി കേട്ടോ. എന്നാൽ ഈ സമയം ഭാനുമ്മയെ കരയിലൊടുങ്ങാൻ, എൻ്റെ കുഞ്ഞിനി എന്താവും, എൻ്റെ കുഞ്ഞിനെ അവൾ മനഃപൂർവ്വം കുടുക്കിയതാണ്, ഇനി എൻ്റെ ശങ്കരേട്ടനെ പോലെ തന്നെ എന്നേക്കുമായി എൻ്റെ കുഞ്ഞ് ജയിലിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുന്ന സമയത്താണ് തൻ്റെ മുന്നിലോട്ട് തൻ്റെ മകൻ വന്നിറങ്ങുന്നത് കേട്ടോ. താനും മുകുന്ദനും കൂടി വന്നിറങ്ങുമ്പോൾ പറയാനില്ല, ഗിരിയെ കണ്ട ഭാനുമ്മ ഓടിച്ചില്ല, മോനെ എന്നൊക്കെ പറഞ്ഞ് കവിളിൽ തലോടി പിടിക്കണേ. എന്താ മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമല്ലേ? എന്താ അമ്മേ, ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ കിടന്നെന്ന് വെച്ച് നീ അങ്ങനെ പറയരുത്
പറയരുത്, നമ്മുടെ അച്ഛൻ്റെ സ്ഥിതി നിനക്കറിയാലോ, അച്ഛൻ്റെ പോലെയല്ല, പഴയതുപോലെ മൂന്നാം മുറയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ, പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ ടെൻഷനാവുന്നത്, എന്നാലും എൻ്റെ കുഞ്ഞ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറ്റി. പിന്നീട് മകന് സ്നേഹവും വാരിപ്പുണരലും ഭക്ഷണം കൊടുക്കലും പറയാൻ വാക്കുകളില്ല, അത്രയും പേടിച്ചിരിക്കുന്നു ഭാനുമ്മ കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ജുവിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലല്ലോ. മഞ്ജു അതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് എത്തിയില്ല. 10 മണി കഴിഞ്ഞതിന് ശേഷം മഞ്ജുവിന് ഇറങ്ങാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മഞ്ജു എത്തുന്നില്ല. അങ്ങനെ മഞ്ജുവിനോട് SI പറയാണ്, അരവിന്ദാക്ഷൻ പറയാണ്, എന്തായാലും മഞ്ജു നീ ഭാഗ്യവതിയാണ്, ഗിരിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് കൊണ്ട് തന്നെ നീ എന്നും സേഫായിരിക്കും. ഇന്നലെ ഫ്രാൻസിസ് ഇവിടെ കളിച്ച കളിയും നീ നിൻ്റെ ഭർത്താവിന് മരുന്ന് മേടിക്കാൻ പോയ കളിയൊക്കെ ഞാൻ അറിഞ്ഞതാണ്, പക്ഷെ ഞാനത് അവിടെ അഭിനയിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും നീ ഭാഗ്യവതിയാണ്, ഗിരി നിന്നെ നല്ലോണം നോക്കും, അവന് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല എന്നൊക്കെ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു അത് മൗനത്തോടു കൂടി കേട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജു വീട്ടിലോട്ട് വരികയാണ്. മഞ്ജു വരുന്നത് കാണുമ്പോൾ കുഞ്ഞാറ്റ, ഭാനുമേ അവളതാ വരുന്നത്, അവളങ്ങനെ വെറുതെ വിടരുത് ഭാനുമേ, അവളുടെ കരണം നോക്കി അടിക്കണം ഭാനുമേ, കാരണം അവൾ നമ്മുടെ ഗിരിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി, അവളുടെ തന്ത്രങ്ങളൊന്നും അവൾക്ക് നടക്കാത്തത് കൊണ്ട് ഗിരിയെ അവൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, ഗിരി ആദ്യം തന്നെ ഒന്നും ചെയ്തു വെച്ചില്ലായിരുന്നെങ്കിൽ ഗിരി എന്താ ചെയ്യുക, അങ്ങനെ ഓരോന്ന് അങ്ങ് പറഞ്ഞു കൊടുത്ത് ഭാനുമക്ക് അങ്ങ് അരിശ്യം കയറ്റാണ് കേട്ടോ. പിന്നീട് ഭാനുമ ഒന്നും നോക്കില്ല, ഭാനുമ ദേഷ്യത്തോടു കൂടി, എടി എരണം കെട്ടവളെ, നീ എങ്ങോട്ടടി കയറി വരുന്നത്, നിന്റെ പോലീസ് മുറ എൻ്റെ മകൻ്റെ അടുത്ത് എടുക്കാമെന്ന് നീ കരുതിയോ, നീ വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ലല്ലേ, എൻ്റെ ശങ്കരേട്ടനെ കൊന്നതുപോലെ നീ എൻ്റെ ഗിരിയെയും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണോ എന്ന് പറയുമ്പോൾ, അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, നീ ഒന്നും പറയണ്ട, എൻ്റെ മകനെ അകത്താക്കി നിന്നെപ്പോലെ ഒരുത്തിനെ ഞാൻ ഇനി ഇവിടെ കയറ്റണോ, ഞാൻ ഈ വീട്ടിൽ കയറ്റണോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ കാരണം നോക്കി അങ്ങ് അടിക്കുമ്പോൾ ഗിരി ഓടിക്കൊണ്ട് വരികയാണ് കേട്ടോ. ഗിരിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല. മഞ്ജുവിനെ എന്ത് പറയുന്നതും ഗിരിക്ക് കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയില്ല. അങ്ങനെ അമ്മേ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ് ഗിരി. അതോടുകൂടി എന്തിനാടാ നീ കിടന്ന് അലുറുന്നത്, എന്തിനാ ഇപ്പോൾ അമ്മ മഞ്ജുവിനെ അടിച്ചത്, പിന്നെ അവളല്ലേ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത്, ആരാ അമ്മയോട് ഈ തെറ്റായ ധാരണ പറഞ്ഞു തന്നത്, പിന്നെ നീ എങ്ങനെയാടാ പോലീസിൽ കയറിയത്, ഞാൻ തെറ്റ് ചെയ്തിട്ട് ഞാൻ അവരോട് ചെന്ന് പറഞ്ഞതാണ്, ഞാനാണിത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോലീസുകാരാ അമ്മേ, വെറുതെ വിടുക എന്ന് പറയുമ്പോൾ എന്താടാ നീ പറയുന്നത്, നീ ചെന്ന് സറണ്ടർ ആവുക, നീ എന്താ ഈ പറഞ്ഞത്, ഞാൻ ചെന്ന് കീഴടങ്ങി കൊടുത്തതാ, എന്തിനു വേണ്ടി, അമ്മയല്ലേ പറഞ്ഞത് നമുക്ക് അന്നം തരുന്നവരെ നമുക്ക് തിന്നാൻ തരുന്നവരുടെ ആ ഒരു ഇതിൽ പാറ്റ വീഴിക്കരുതെന്ന്, അതുകൊണ്ട് ഞാനത് ചെയ്തു, അതുകൊണ്ട് നീ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുക, ഗോപാൽജിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്, ഗോപാൽജിയുടെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്, ഗോപാൽജിയുടെ മകനെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു, ഞാൻ ചെന്ന് കീഴടങ്ങിയില്ല എങ്കിൽ ഗോപാൽജിയുടെ മകനെ അറസ്റ്റ് ചെയ്യൂ, അതിനുള്ള പണിയാണ് ഞാൻ ചെയ്തത് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഭാനുമ, എന്നാലും നീ ഇവൾക്ക് വേണ്ടി സംസാരിച്ചില്ല, ഇവൾക്ക് വേണ്ടി സംസാരിച്ചതല്ല, ഇവൾ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തവരെ അമ്മയെ ശിക്ഷിക്കാൻ പാടുള്ളൂ, തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുതെന്ന് പറയുമ്പോൾ മഞ്ജുവിന് കാര്യങ്ങൾ മനസ്സിലായി. ഇയാളുടെ ഉള്ളിലുള്ള പ്രണയം ഇയാൾക്ക് തുറന്നു കാട്ടാൻ വയ്യ, അതാണ് ഇയാളുടെ പ്രശ്നം എന്ന് മഞ്ജുവിന് മനസ്സിലായിട്ടോ. എന്നാൽ ഗിരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഗിരി നേരെ പോകുന്നത് സഞ്ജുവിൻ്റെ അടുത്തോട്ടാണ്. പിന്നീട് സഞ്ജുവിനെ കാരണം ഇട്ട് അടിക്കുന്നുണ്ട്. നെറികെട്ടവനെ, ഇങ്ങനെയുള്ള പണി ഗോപാൽജിക്കെതിരെ ഇനി നീ ചെയ്താൽ, ഗോപാൽജിയുടെ മകനായതുകൊണ്ടാണ് നിനക്ക് ഞാൻ ജീവൻ നിലനിർത്തുന്നത്, അല്ല ഇല്ലെങ്കിൽ നിന്നെ കൊന്നിരുന്നേനെ എന്നൊക്കെ പറഞ്ഞ് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും വരാനിരിക്കുന്നത്. ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും റീമേക്ക്